KineMaster ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയിലേക്ക് വേണ്ട ഇമേജുകളെല്ലാം ഒന്നൊന്നായി ഓപ്പൺ ചെയ്യുക. ഇവിടെ നാം 5 ഇമേജുകളാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഈ എഡിറ്റിംഗിനായി ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസിഷൻ എഫക്റ്റിന് വേണ്ടി ഈ അസറ്റ് സ്റ്റോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ട്രാൻസിഷൻ്റെതായ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആക്ഷൻ തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇവയിൽ നിന്നും ക്ലോക്ക് വർക്ക് സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് കൊടുക്കുക. ഇപ്പോൾ ഈ എഫക്റ്റ് നിങ്ങളുടെ KineMasterലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അസറ്റ് സ്റ്റോർ ക്ലോസ് ചെയ്യാം. ആദ്യത്തെ ട്രാൻസിഷൻ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവയിൽ നിന്നും ക്ലോക്ക് വർക്ക് സെലക്ട് ചെയ്യുക. ഇവിടെ വ്യത്യസ്ത രീതിയിലുള്ള 18ഓളം എഫക്റ്റുകൾ ലഭ്യമാണ്. ഇവയിൽ നിന്നും ഓരോ പോയിന്റുകളിലേക്കും നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള ഏതൊരു എഫക്റ്റ് വേണമെങ്കിലും സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. ഇവിടെ നമുക്ക് ഒന്നാമത്തെ ഈ എഫക്റ്റ് തന്നെ സെലക്ട് ചെയ്ത് നൽകാം. എല്ലാ ട്രാൻസിഷൻ പോയിന്റുകളുടെയും സ്പീഡ് 1.5 തന്നെ ആയിരിക്കുന്നതാണ് നല്ലത്. ഈ എഡിറ്റിംഗിൽ എല്ലാ ട്രാൻസിഷൻ പോയിന്റുകളിലും ഒന്നാമത്തെ ഈ എഫക്റ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതിനായി അപ്ലൈ ടു ഓൾ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാ പോയിന്റുകളിലും ഒന്നാമത്തെ എഫക്റ്റ് അപ്ലൈഡ് ആയിട്ടുണ്ട്. ഈ പ്രോജക്റ്റ് എക്സ്പോർട്ട് ചെയ്യിക്കുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് വീഡിയോ കൊടുക്കുക. എക്സ്പോർട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിൻഡോ ക്ലോസ് ചെയ്ത് പ്രോജക്റ്റിലേക്ക് തിരികെ എത്താം. ടൈം ലൈനിലുള്ള എല്ലാ ഇമേജ് ലെയറുകളും ഒന്നൊന്നായി ഡിലീറ്റ് ചെയ്ത് കളയുക. ഇമേജ് അസസിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ KineMaster ഫോൾഡറിൽ നിന്നും ഇപ്പോൾ നാം എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. മുകളിലത്തെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ലെയറിന്റെ ഡ്യൂറേഷൻ ഈ വീഡിയോ ലെയറിന്റെ ഡ്യൂറേഷന് സമമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ബേസിക് എഫക്ട്സ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ഗൗസിയൻ ബ്ലർ സെലക്ട് ചെയ്യുക. സ്ക്രീനിൽ നിന്നും ഈ മാസ്ക് ബാക്ക്ഗ്രൗണ്ട് പൂർണ്ണമായും മറയുന്ന രീതിയിൽ എൻലാർജ് ചെയ്ത് വെക്കുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷനും വീഡിയോ ലെയറിന്റെ ഡ്യൂറേഷന് സമമായി വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബ്ലാക്ക് കളർ ട്രാൻസ്പെറന്റ് മാസ്ക് ഓപ്പൺ ചെയ്യുക. ഈ എഡിറ്റിംഗിനായി ഉപയോഗിച്ചിട്ടുള്ള ഇത്തരം എല്ലാ മെറ്റീരിയൽസിനുമായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷനും വീഡിയോ ലെയറിന്റെ ഡ്യൂറേഷന് സമമായി വെക്കുക. ഗ്രീൻ സ്ക്രീൻ ഇമേജ് ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മറ്റുള്ള ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. ഈ പ്രോജക്റ്റ് എക്സ്പോർട്ട് ചെയ്യിക്കുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് വീഡിയോ കൊടുക്കുക. എക്സ്പോർട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിൻഡോ ക്ലോസ് ചെയ്ത് പ്രോജക്റ്റിലേക്ക് തിരികെ എത്താം. ടൈം ലൈനിൽ നിന്നും ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ലെയർ ഒഴിച്ചുള്ള ബാക്കി എല്ലാ ലെയറുകളും ഒന്നൊന്നായി ഡിലീറ്റ് ചെയ്ത് കളയുക. നിങ്ങളുടെ KineMaster ഫോൾഡറിൽ നിന്നും ഇപ്പോൾ നാം എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോമ കീ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോമ ഫങ്ഷൻസ് എനേബിൾ ചെയ്യുക. ഈ കളർ ഇവിടെ ഗ്രീൻ കളർ തന്നെയാണ് സെലക്ട് ആയി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെംപ്ലേറ്റിൽ നിന്നുമുള്ള ഗ്രീൻ കളർ നമുക്ക് വേണ്ട വിധം മാറി കിട്ടിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഈ 2 കീകളിലെയും പെർസെൻറ്റേജസിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ടെംപ്ലേറ്റിൽ നിന്നുമുള്ള ഗ്രീൻ കളർ പൂർണ്ണമായും ഇല്ലാതെയാക്കേണ്ടതാണ്. നിങ്ങളുടെ KineMaster ഫോൾഡറിൽ നിന്നും ആദ്യം നാം എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക. ഈ വീഡിയോ ലെയർ ആദ്യത്തെ മാസ്കിന് മുകളിലായി കൊണ്ടുവന്ന് വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെന്റ് ബാക്ക്വേർഡ് കൊടുക്കുക. വീഡിയോ മാസ്കിനുള്ളിൽ കറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഈ ഡ്യൂപ്ലിക്കേറ്റ് രണ്ടാമത്തെ മാസ്കിന് മുകളിലായി കൊണ്ടുവന്ന് വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെന്റ് ബാക്ക്വേർഡ് കൊടുക്കുക. വീഡിയോ ലെയർ മാസ്കിനുള്ളിൽ കറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഈ ഡ്യൂപ്ലിക്കേറ്റ് മൂന്നാമത്തെ മാസ്കിന് മുകളിലായി കൊണ്ടുവന്ന് വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെന്റ് ബാക്ക്വേർഡ് കൊടുക്കുക. ഈ വീഡിയോ ലെയറും മാസ്കിനുള്ളിൽ കറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക.
നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള കാലണ്ടർ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ ഇമേജ് സ്ക്രീനിന്റെ റൈറ്റ് സൈഡിന് താഴെയായി കൊണ്ടുവന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലുള്ള ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ലവ് ഹാർട്ട് ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ ഇമേജ് ഇവിടെ നിന്നും സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഡേറ്റിന് മുകളിലായി കൊണ്ടുവന്ന് വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ബാക്ക്വേർഡ് കൊടുക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലുള്ള ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേ ലെറ്ററിംഗ് ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഈ ലെയർ ഇവിടെ നിന്നും സ്ക്രീനിന് താഴെയായി കൊണ്ടുവന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മറ്റുള്ള ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ഇൻ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്യുക. പോപ്പ് കൊടുക്കുക. ഓരോ ഇമേജും മാറി മാറി വരുന്നിടത്തായി കർസർ വെച്ചുകൊണ്ട് ഈ ലെയർ ഈ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. പാർട്ടിക്കിൾ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ ഒരുപോലെ തന്നെ ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.